തിരുവനന്തപുരം കന്യാകുമാരി പാതയിൽ മുക്കോല ബൈപ്പാസിലുണ്ടായ അപകടത്തിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ബ്യൂറോ ക്യാമറമാൻ അഭിജിത്ത് ശ്രീകുമാറിന്റെ ജീവൻ പൊളിഞ്ഞത്. ബ്യൂറോയിൽ നിന്നും ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവെയായിരുന്നു അപകടം. ബൈക്ക് ടോറസ് ലോറിയിൽ ഇടിച്ചുകൊണ്ടായിരുന്നു അപകടം. വിവരങ്ങളുമായി അപകട സ്ഥലത്ത് നിന്നും ദിലീപ് കുട്ടിച്ചൽ ചെയ്യുന്നുണ്ട്. ദിലീപ്, ഏറെ വേദനാജനകമായ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദിലീപിന് അത് അത്രമേൽ വേദന ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. അറിയേണ്ടത് എപ്പോഴായിരുന്നു അപകടം, എന്താണ് വിശദാംശങ്ങൾ? ദിലീപ്. അശ്വതി, കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം, അല്ലെങ്കിൽ ഞാനും അവനുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 11:30 ഡ്യൂട്ടി കഴിഞ്ഞു. വേറെ ഒന്നുമില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് പോലും. ഏകദേശം 1:35 അപകടം സംഭവിച്ചത്. 2 മണിയോടെയാണ് ആശുപത്രിയിൽ നിന്ന് കോൾ വരുന്നത്, ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഞാനും നമ്മുടെ എഡിറ്ററുമായ ദീപുമായിട്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ പോയത്. ആ സമയത്താണ് സ്ഥിരീകരിച്ചത് ഡെത്ത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കയറ്റിയിരിക്കുകയാണ്. വൈകിട്ട് ഒരു 4 മണിയോടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് പൊതുദർശനം വയ്ക്കുന്നത്. അതിനുശേഷം ജനൻ ടി വിയുടെ ഹെഡ് ഓഫീസ്, കൈമനത്തുള്ള ജനൻ ടി വിയുടെ ഹെഡ് ഓഫീസിലും പൊതുദർശനം വയ്ക്കും. അതിനുശേഷമാണ് സ്വവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലേറ്റവും ദുഃഖകരമായ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം, അഭിജിത്ത് അല്ലെങ്കിൽ അഭി നമ്മളെ വേർവിട്ട് പോയതിനോടൊപ്പം തന്നെ ഏറ്റവും മനസ്സിൽ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ നേരെ സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ്, അഭിജിത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. 13 വർഷം പ്രണയിച്ചതിന് ശേഷമാണ് അവർ കല്യാണം കഴിച്ചത് പോലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം മനസ്സിനെ വലിയ രീതിയിൽ അലട്ടുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രിയിൽ വെച്ച് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എല്ലാവർക്കും പരിചയമില്ല. ദിലീപ്, മനസ്സിലാകും. എന്തായാലും വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗമാണ്, ബ്യൂറോയിലെ പ്രിയപ്പെട്ട ക്യാമറാമാനാണ്. പ്രേക്ഷകർ കാണുന്ന പല ദൃശ്യങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ പകർത്തുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം സുഹൃത്ത് പ്രവർത്തകരോടൊക്കെ യാത്ര പറഞ്ഞാണ് ദിലീപ് ബ്യൂറോയിൽ നിന്നും മടങ്ങുന്നത്. പാറശാലയിലാണ് അഭിജിത്തിൻ്റെ വീട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഉറങ്ങിപ്പോയി എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. എന്തായാലും അഭിജിത്തിനെ വേദനയോടെ വിട ചൊല്ലുകയാണ് ഒരു നാട് മുഴുവൻ. തിരുവനന്തപുരം കന്യാകുമാരി പാതയിൽ മുക്കോല ബൈപ്പാസിലുണ്ടായ അപകടത്തിലാണ് ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാറിൻ്റെ ജീവൻ പൊലിഞ്ഞത്. ബ്യൂറോയിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു അപകടം. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ദിലീപ് കുട്ടിച്ചൽ.